ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 73. മധുരാപുരി യാത്ര. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിരം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. നിശമയ്യതവാധ യാനവാർത്താം പൃശം ആർത്താ പശുപാലബാലികാസ്താഹാം കിമിദം കഥം നുദീമാ സമവേദ പരിദേവിതാന്യകുർവൻ. അന്വയം. അർത്ഥം. അഥ അനന്തരം, തവ അങ്ങയുടെ, യാനവാർത്താം മധുരയിലേക്കുള്ള ഗമനവാർത്ത, നിശമയ്യ കേട്ടിട്ട്, വൃഷം വളരെയധികം, ആർത്ത ദുഃഖിതകളായി തീർന്നു, തായിമ അങ്ങനെ ഇരിക്കുന്ന ഈ ഗോപബാലികമാർ, സമവേദ ഒരിടത്ത് ഒന്നിച്ചു കൂടിയവരായി, ഇതം കിം ഇതെന്താകുന്നു, ഇതെന്താകുന്നു, കഥം ഇതെങ്ങനെയാണ്, ഇതി എന്നിപ്രകാരം, പരിദേവിതാനി വിലാപങ്ങൾ, അകുർവൻ ചെയ്തു. ഹരിവു. സാരം. കംസന്റെ നിയോഗപ്രകാരം ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ അക്രൂരൻ എന്ന യാദവൻ ഗോകുലത്തിലെത്തിയെന്നും അടുത്ത പ്രഭാതത്തിൽ തന്നെ അക്രൂരൻ വന്നിച്ച് കൃഷ്ണൻ മധുരയ്ക്ക് പോകുമെന്നും അറിഞ്ഞ ഗോപികമാർ ഇതെന്താണിങ്ങനെ എന്ന് ഉത്കണ്ഠാകുലരായി വിളിച്ചു പറഞ്ഞ് വിലപിച്ചു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. കരുണാനിധിർയേഷ നന്ദസൂനുഃ കഥമസ്മാൻ വിസൃജിതേനന്യനാഥാഃ വേദനാകിമു ദൈവമേവമാസീൻ ഇതി താസ്ത്വംഗദാ മാനസവിലേഭുഃ. അന്വയം. അർത്ഥം. കരുണാനിധി കരുണക്കിരിപ്പിടമായ ഏഷ ഈ നന്ദസൂനു നന്ദപുത്രനായ കൃഷ്ണൻ, അനന്യനാഥ മറ്റാരും നാഥനില്ലാത്തവനായ, അസ്മാൻ നമ്മളെ, കഥം എങ്ങനെ, വിസൃജേ ഉപേക്ഷിക്കും, ന നമുക്ക്, ദൈവം വിധി, ഏവം ഇപ്രകാരം, ആസീൻ ആയിത്തീർന്നു, ബദാക്കിമു കഷ്ടം തന്നെ, ഇതി ഇപ്രകാരം, താ അവർ, ത്വദ്ഗത മാനസക അങ്ങിൽ ചേർന്ന മനസ്സോടു കൂടിയവരായി, വിലേഭു വിലപിച്ചു. സാരം. ഭക്തന്മാരിൽ ഏറെ കരുണയുള്ള ഭഗവാൻ അന്യരാരും നാഥനായിട്ടില്ലാത്ത ഞങ്ങളെ എങ്ങനെയാണ് പിരിഞ്ഞു പോകുന്നത്? ഇത് ഞങ്ങളുടെ വിധി വൈപരീത്യം, കർമ്മഫലമായി സംഭവിച്ചതാണ് എന്നു പറഞ്ഞ് ഗോപവനിതകൾ ഉച്ചത്തിൽ വിലപിച്ചു. ഹരിവു.